ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ക്ലാസ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ. എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. Mass production means production of a unit, component or part in large numbers. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ വളരെയധികം ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു നെട്ടും ബോൾട്ടും ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അതത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ദിവസം ലക്ഷക്കണക്കിന് ബോൾട്ടുകൾ നെറ്റുകളൊക്കെ ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മാസ് പ്രൊഡക്ഷനാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പാർട്ട്, ഒരു മെഷീൻ പാർട്ടിനാണ്, ആ പാർട്ട് മാത്രമായിട്ട് കുറേ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനിയാണെങ്കിൽ അത് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ആധുനിക കാലത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും മാസ് പ്രൊഡക്ഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല റേറ്റുകളും നമുക്ക് വില കുറച്ച് കിട്ടുന്നത്. ഓരോ ഉൽപ്പന്നവും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ വില കൂടുതൽ വരും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് മാസ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ടൈം ഫോർ മാനുഫാക്ചർ ഓഫ് കമ്പോണൻസ് ഈസ് റെഡ്യൂസ്ഡ്. സമയം വളരെ കുറവാണ്, കാരണം നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത് കോസ്റ്റ് ഓഫ് പീസ് റെഡ്യൂസ്ഡ്. ചിലവ് കുറവായിരിക്കും. നമുക്ക് സ്പെഷ്യൽ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടാവും. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരു ആണി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു കമ്പി വാങ്ങിയിട്ട് അത് കുറിപ്പിച്ചുണ്ടാക്കി ഹെഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നേരെ മറിച്ചൊരു കടയിൽ പോയി ഒരു ആണി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 50 പൈസയൊക്കെ ഒരു ആണി കിട്ടും. അപ്പോൾ അത് മാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ചിലവ് കുറയും. സ്പെയർ പാർട്സ് അവൈലബിൾ ക്വിക്കലി. ഇതിൻ്റെ ഓരോ സ്പെയർ പാർട്സ് നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് കടയിൽ പോയി വാങ്ങാൻ പറ്റുന്നു. അത് മൊത്തം പുതിയ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് കടയിൽ പോയി ആ പാർട്സ് സ്പെയർ പാർട്സ് വാങ്ങാൻ കിട്ടുന്നു. ഒരു അഡ്വാൻറ്റേജാണ്. അടുത്തൊരു പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. സ്പെഷ്യൽ പർപ്പസ് മെഷീനറീസ് ആർ നെസസറി. നമുക്ക് ഓരോ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി അതിന് തക്കമുള്ള വളരെ വിലപിടിപ്പുള്ള മെഷീൻസ് ആവശ്യം വരും. എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാക്കണം, ആ പാർട്ട് ഉണ്ടാക്കാൻ മാത്രമുള്ള പ്രത്യേക മെഷീനറി വാങ്ങേണ്ടി വരും. ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് ആർ നീഡഡ്. വർക്കുകൾ ചെയ്യാൻ വേണ്ടി ജിഗ്സും ഫിക്സറൊക്കെ ആവശ്യം വരും. ഗേജസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ പൊസിഷൻ മെഷർമെൻറ്റ്. നമുക്ക് അളക്കാൻ വേണ്ടി അധികം ഗേജുകളാണ്. നമുക്ക് ഉദാഹരണത്തിന് പ്ലഗ് ഗേജ്, റിംഗ് ഗേജൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ വിൽ ബി വെരി ഹൈ. നമുക്കൊരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ വളരെ ചിലവ് കൂടിയിരിക്കും. വളരെ ചിലവ് കൂടിയാൽ മാത്രമേ നമുക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെ ഒരു വർഷോപ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങണേ അധികം ചിലവ് വരും. അടുത്തൊരു പറയുന്നത് സെലക്റ്റീവ് അസംബ്ലി എന്താണെന്ന് നോക്കാം. ദ ഫിഗേഴ്സ് ഇല്ലസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെലക്റ്റീവ് അസംബ്ലി ആൻഡ് എ നോൺ സെലക്റ്റീവ് അസംബ്ലി. അപ്പം സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചേർച്ചകളുണ്ടാവും. ഇറ്റ് വിൽ ബി ഇൻ ദാറ്റ് ഈച്ച് നെറ്റ് ഫിറ്റ്സ് ഓൺലി വൺ ബോൾട്ട്. ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു നെട്ടും ബോൾട്ടിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നമുക്കൊരു ബോൾട്ട്, ആ ബോൾട്ട് അതിന് പാകമായിട്ടുള്ള എല്ലാ നെറ്റിനും പാകമായിരിക്കും. സാധാരണഗതിയിൽ നമുക്കൊരു അരയിഞ്ച് ബോൾട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് അരയിഞ്ച് നെറ്റ് ഏത് കടയിൽ പോയി വാങ്ങിയാലും അതിന് കറക്റ്റായിട്ട് സൂട്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നോൺ സെലക്റ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബോൾട്ട് ആ നെറ്റിന് മാത്രമേ സൂട്ടാവുള്ളൂ. താഴെ വേറൊരു ബോൾട്ട് കാണിക്കുക, അതിനുള്ള നെറ്റ് സൂട്ടാവും. പക്ഷേ അത് പരസ്പരം മാറി മാറി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് സെലക്റ്റീവ് അസംബ്ലിയുടെ പ്രത്യേകത. സച്ച് ആൻ അസംബ്ലി സ്ലോ ആൻഡ് കോസ്റ്റ്ലി ആൻഡ് മെയിൻ്റനൻസ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് സ്പെയർസ് മസ്റ്റ് ബി ഇൻഡിവിജ്വലി മാനുഫാക്ചർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു അസംബ്ലി എന്ന് പറഞ്ഞാൽ അത് വളരെ സാവധാനമാണ്. അതേപോലെ ചിലവ് കൂടുതലാണ്, മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. സ്പെയർ പാർട്സ് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഉണ്ടാക്കേണ്ടി വരും. നമുക്കൊരു ബോൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് നെറ്റ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. ആ ബോൾട്ടിന് കറക്റ്റായിട്ടുള്ള നെറ്റ് വാങ്ങാൻ കിട്ടില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആ നെറ്റ് ഉണ്ടാക്കേണ്ടി വരും. അതിന് ചിലവ് കൂടും. അടുത്തത് നോൺ സെലക്റ്റീവ് അസംബ്ലി. നമ്മൾ ആധുനിക കാലത്തുള്ള എല്ലാ അസംബ്ലികളും നോൺ സെലക്റ്റീവാണ്. എനി നെറ്റ് ഫിറ്റ്സ് എനി ബോൾട്ട് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ത്രെഡ് ടൈപ്പ്.
ഏത് ബോൾട്ടായാലും അതിന് കണക്കായിട്ടുള്ള ഒരു നെറ്റിന് പാകമായിരിക്കും. അതിനെന്തായിരിക്കണം? ഒരേ സൈസ് ആയിരിക്കണം, ഒരേ ത്രെഡ് സൈസ് ആയിരിക്കണം. ഇപ്പോൾ 6 ഇഞ്ച് BSW ത്രെഡ് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും കോമൺ ആയിരിക്കും. അപ്പോൾ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ബോൾട്ട് മറ്റൊരു ബോൾട്ടിന് പാകമായിരിക്കും. ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സച്ച് ആൻ അസംബ്ലി ഈസ് റാപ്പിഡ് ആൻഡ് കോസ്റ്റ് ആർ റെഡ്യൂസ്ഡ്. അങ്ങനെ ഒരു അസംബ്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പീഡ് കൂടുതലായിരിക്കും, അതേപോലെ അതിൻ്റെ ചിലവ് കുറവായിരിക്കും. മെയിൻ്റനൻസ് ഈസ് സിംപ്ലർ ബിക്കോസ് സ്പെയർസ് ആർ ഈസിലി അവൈലബിൾ. ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ സിമ്പിളായിരിക്കും. ഇത് കൊണ്ട് നടക്കുക, അതിൻ്റെ പാർട്ടൊക്കെ കേടുവന്ന് നന്നാക്കി എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആ പാർട്ട് മാത്രമായിട്ട് കടയിൽ പോയി വാങ്ങാൻ കിട്ടും. നോൺ സെലക്റ്റീവ് അസംബ്ലി പ്രൊവൈഡ്സ് ഇൻ്റർചേഞ്ചബിലിറ്റി ബിറ്റ്വീൻ ദ കമ്പണൻറ്റ്സ്. ഈ നോൺ ചേഞ്ചബിലിറ്റിയാണ് നമുക്ക് ഏതൊരു പാർട്ടായാലും നമുക്ക് ഇപ്പോൾ ഒരു പാർട്ടിന് എന്തെങ്കിലും കേടുവന്നാൽ അത് ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും അതൊക്കെ നമുക്ക് ഫിറ്റാക്കാൻ പറ്റും. അപ്പോൾ ആധുനിക ഇൻ മോഡേൺ എൻജിനീയറിംഗ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് മാസ് പ്രൊഡക്ഷൻ, ദർ ഈസ് നോ റൂം ഫോർ സെലക്റ്റീവ് അസംബ്ലി. ആധുനിക ഉൽപ്പാദന കാലത്തിൽ നമുക്ക് സെലക്റ്റീവ് അസംബ്ലിക്ക് യാതൊരു റോളും ഇല്ല. നോൺ സെലക്റ്റീവ് അസംബ്ലി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. However, under some special circumstances, selective assembly is still justified. ചില പ്രത്യേക അവസരങ്ങളിൽ, ഉദാഹരണമായിട്ട് നമുക്കൊരു ഉപഗ്രഹമൊക്കെ നമ്മൾ ഉപഗ്രഹം വിടാൻ ഇപ്പോൾ ഒരു ചന്ദ്രയാൻ വിടാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് നോൺ സെലക്റ്റീവ് അസംബ്ലി ഉണ്ടാക്കണമെന്നില്ല. അത് അതിന് മാത്രം ഉണ്ടാക്കേണ്ട ഭാഗങ്ങളാണ്, വേറെ ഒന്നിനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ നോൺ സെലക്റ്റീവ് അസംബ്ലി ഉപയോഗിക്കാം. അപ്പോൾ ചില അവസരങ്ങളിൽ ഇത് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അടുത്ത് നോക്കാം ഇൻ്റർചേഞ്ചബിലിറ്റി എന്താണെന്ന് നോക്കാം. വെൻ കമ്പോണൻസ് ആർ മാസ് പ്രൊഡ്യൂസ്ഡ് അൺലെസ് ദേ ആർ ഇൻ്റർചേഞ്ചബിൾ ദ പർപ്പസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫുൾഫിൽഡ്. അപ്പം ഈ മാസ് പ്രൊഡക്ഷനിൽ വിവിധ കമ്പോണൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ എന്നുള്ള പ്രധാന പോയിൻ്റ് നമ്മൾ ഇൻ്റർചേഞ്ചബിൾ അല്ലെങ്കിൽ അത് ഒരിക്കലും ഫുൾഫിൽ ആവില്ല. കാരണം നമുക്ക് എന്ത് പാർട്സ് ആയാലും കേട് വന്നു കഴിഞ്ഞാൽ ആ പാർട്സ് മാത്രമാക്കി മാറ്റാൻ പറ്റണം. അതുപോലെ നമുക്ക് എല്ലാം അസംബിൾ ചെയ്യാൻ പറ്റണം. ബൈ ഇൻ്റർചേഞ്ചബിലിറ്റി വി മീൻ ദാറ്റ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ് മാനുഫാക്ചർഡ് ബൈ ഡിഫറൻറ്റ് പേഴ്സണൽ അണ്ടർ ഡിഫറൻറ്റ് എൻവയൺമെൻറ്റ്സ് can be assembled and replaced without any further rectification during the assembly stage without affecting the functioning of the component when assembled. അപ്പോൾ ഇൻ്റർചേഞ്ചബിലിറ്റി നമ്മൾ അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ആളുകളാൽ വ്യത്യസ്ത ഫാക്ടറികളാൽ വ്യത്യസ്ത സാഹചര്യങ്ങളാൽ ഉണ്ടാക്കിയ മെഷീൻ ഭാഗങ്ങൾ ഒരു അസംബ്ലി സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒരു റെക്ടിഫിക്കേഷനും കൂടാതെ ആ പാർട്സുകൾ തമ്മിൽ അസംബിൾ ചെയ്തിരിക്കണം. ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു സൈക്കിളിൻ്റെ ഭാഗങ്ങൾ 10-50 ഭാഗങ്ങൾ ഒരു സൈക്കിളിനുണ്ടെങ്കിൽ ഈ 50 ഭാഗങ്ങൾ 50 കമ്പനിയിലാണ് ഉണ്ടാക്കുന്നത്. അത് തമ്മിൽ ഒരു അസംബ്ലി പാർട്ടിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു റെക്ടിഫിക്കേഷനോ ഫയലിംഗ് ഒന്നും ചെയ്യാതെ നമുക്ക് എല്ലാം ചേർക്കാൻ പറ്റണം. അങ്ങനെ വരുന്നത് ഇൻ്റർചേഞ്ചബിലിറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരിക്കലും ഇങ്ങനെ അസംബ്ലി ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഒരു നിലയ്ക്കും ബാധിക്കുക, ശരിയായ വർക്ക് ചെയ്യും വേണം. ഇതും പ്രധാനമാണ്. അടുത്ത് നെസസിറ്റി ഓഫ് ലിമിറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത. ഇഫ് കമ്പോണൻസ് ആർ ടു ബി ഇൻ്റർചേഞ്ചബിൾ ദേ നീഡ് ടു ബി മാനുഫാക്ചർഡ് ഇൻ ദ സെയിം സൈസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഈ ഭാഗങ്ങളൊക്കെ പരസ്പരം മാറി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒരു കൃത്യമായി എല്ലാം സെയിം സൈസിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് എപ്പോഴും പോസിബിൾ ആയിക്കണമെന്നില്ല. ഒരു ഫാക്ടറിയിൽ 50 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, 50 മെഷീൻസ് ഉണ്ട്. അവരൊക്കെ വിവിധ ഒരേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 50 ആൾക്കാരെ വർക്ക് അളന്ന് നോക്കി കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അലവബിൾ ആയിരിക്കും. വെൻ ദേ ആർ മാസ് പ്രൊഡ്യൂസ്ഡ് ഹെൻസ് ഇറ്റ് ബിക്കംസ് നെസസറി ടു പെർമിറ്റ് ദി ഓപ്പറേറ്റർ to deviate a small margin from the exact size which is not able to maintain for all the components. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ ആകാൻ വേണ്ടി ഒരു ഓപ്പറേറ്ററോട് നമ്മൾ ചെറിയൊരളവ് ഡീവിയേഷൻ കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് 50 എന്നുള്ള സൈസിൽ ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു 50 ആണ് സൈസ്, വേണമെങ്കിൽ ഒരു 0.02 കൂടാം അല്ലെങ്കിൽ 0.02 കുറയാം എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം
പല ആൾക്കാർ വർക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 50 എന്നുള്ള സൈസ് ആയാലും 49.98 വരെയുള്ള സ്വീകരിക്കാം, അതുപോലെ 50.02 എന്ന് അതും സ്വീകരിക്കാം. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതിന് പുറത്ത് പോവുകയാണെങ്കിൽ ആ വർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് നമുക്ക് വർക്ക് ഒഴിവാക്കേണ്ടി വരും, അത് സ്ക്രാപ്പായിട്ട് ഒഴിവാക്കേണ്ടി വരും. അറ്റ് ദി സെയിം ടൈം ദ ഡീവിയേറ്റഡ് സൈസ് ഷുഡ് നോട്ട് അഫക്റ്റ് ദി ക്വാളിറ്റി ഓഫ് അസംബ്ലി. നമുക്ക് ചെറിയൊരു ഭാഗം, ചെറിയൊരു അളവ് വ്യത്യാസപ്പെട്ടാലും ആ വ്യത്യാസപ്പെട്ട ഭാഗം നമുക്ക് ഒരിക്കലും അത് അസംബ്ലിയെ ബാധിക്കരുത്. ഉദാഹരണമായിട്ട് നമ്മളൊരു അസംബ്ലി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഹാമറിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡിൽ കയറ്റുന്നൊരു അസംബ്ലിയാണെന്ന് കരുതുക. അപ്പോൾ ഹാമറിൻ്റെ ഹാൻഡിൽ ടൈറ്റായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ അത് ഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്ക് ലൂസായി പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വർക്ക് എന്താണോ വേണ്ടത്, വളരെ ലൂസായിട്ടുള്ള ഫിറ്റാണോ അല്ല ടൈറ്റായിട്ടുള്ള ഫിറ്റാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് അത് മാറാത്ത രൂപത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്തിരിക്കണം, അതും പ്രധാനമാണ്. ദിസ് സോർട്ട് ഓഫ് ഡയമെൻഷനിങ് ഈസ് നോൺ ആസ് ലിമിറ്റ് ഡയമെൻഷനിങ്. ഇങ്ങനെയുള്ള ഡയമെൻഷനിങ് ആണ് നമുക്ക് ലിമിറ്റ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ഈസ് ടു ബി ഫോളോവഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ ദ ലിമിറ്റ് ഡയമെൻഷൻ കോമ്പണൻസ്. ഓരോ കോമ്പണൻസിനും ഓരോ സിസ്റ്റം ഓഫ് ലിമിറ്റ് ഡയമെൻഷനിങ് ഫോളോ ചെയ്യുന്നുണ്ട്. വേരിയസ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ഫിറ്റ്സ് ആർ ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് കൺട്രീസ് ബേസ്ഡ് ഓൺ ISO സ്പെസിഫിക്കേഷൻ. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വിവിധ രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യത്തുള്ള സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ വരുന്നത് ബൈ BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് വരുന്നത്. അതർ സിസ്റ്റം ഓഫ് ലിമിറ്റ്സും സിസ്റ്റം മറ്റുള്ള രാജ്യങ്ങളിൽ വേറെ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് BSS ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്, DIN ജർമ്മൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തോട്ട് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ഫിറ്റ്സ് ടെർമിനോളജി. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഫിറ്റ്സ് ആൻഡ് ലിമിറ്റ്സ് പറയുന്നത് അതിൽ ടെർമിനോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സൈസാണ്. സൈസ് ഇറ്റ് ഈസ് ദി നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്. ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരളവിന്, അതിനാണ് നമ്മൾ സൈസ് എന്ന് പറയാം. ഇനി അടുത്ത് പറയുന്നത് ബേസിക് സൈസാണ്. ഇറ്റ് ഈസ് ദി സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ദി ഡയമെൻഷണൽ ഡീവിയേഷൻസ് ആർ ഗിവൺ. നമുക്ക് ഏത് അളവിലാണോ ഡയമെൻഷൻ മാറ്റം അനുവദിക്കുന്നത് ആ അളവിനാണ് ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി 50 എന്നുള്ള അളവാണ് നമുക്ക് വേണ്ടത്. 50 ± 0.02 എന്ന് പറഞ്ഞാൽ 50 അളവ് വേണ്ടത്. 50 വേണമെങ്കിൽ 0.02 കൂടാം, അല്ലെങ്കിൽ 0.02 കുറയാം. അപ്പം അതിൻ്റെ 50 മാറ്റം അനുവദിക്കുന്നത്, അതുകൊണ്ട് 50 ബേസിക് സൈസ്. അടുത്തത് ആക്ച്വൽ സൈസ്. ആ ചിത്രം ശ്രദ്ധിക്കുക, ഇതിൽ ബേസിക് സൈസ് കൃത്യമായി കാണിച്ചിട്ടുണ്ട്, ബേസ് ആയിട്ടുള്ള ഡയമെൻഷൻ. ഇനി അടുത്തത് ആക്ച്വൽ സൈസ്. ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ദി കമ്പണൻറ്റ് ബൈ ആക്ച്വൽ മെഷർമെൻറ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ്. നമുക്ക് ഏത് അളവിൽ ഉണ്ടാക്കാൻ പറഞ്ഞാലും നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ അളവ് മാറ്റം വരാം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു വെർനിയർ കാലിപ്പറോ ഏതെങ്കിലും ഉപകരണം കൊണ്ട് അത് അളന്ന് നോക്കുമ്പോൾ എത്ര അളവുണ്ട്, അതാണ് ആക്ച്വൽ സൈസ്. യഥാർത്ഥത്തിൽ ഉള്ള സൈസ്, യഥാർത്ഥത്തിൽ അളന്ന് നോക്കുമ്പോൾ ഉള്ള സൈസ്, അതാണ് ആക്ച്വൽ സൈസ്. ലിമിറ്റ്സ് ഓഫ് സൈസ്. ദീസ് ആർ എക്സ്ട്രീം പെർമിസിബിൾ സൈസസ് വിത്തിൻ വിച്ച് ദി ഓപ്പറേറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ദി കോമ്പണൻറ്റ്. ലിമിറ്റ്സ് ഓഫ് സൈസ് ആ സൈസിൻ്റെ ലിമിറ്റ്, ഏത് കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ഒരു വർക്കിന് ചെറിയ ലിമിറ്റ് അനുവദനീയമാണ്. ഒരു അപ്പർ ലിമിറ്റ്, ഒരു ലോവർ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ എത്രയാണോ മാക്സിമം പെർമിസിബിൾ സൈസസ്, എത്ര മാറ്റം വരെ അനുവദിക്കുന്നു, അത് മാക്സിമം മാറ്റം അനുവദിക്കുക, മിനിമം മാറ്റം ഉണ്ടാവും. അതാണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ലിമിറ്റ് സൈസ്. നമുക്ക് 2 ലിമിറ്റ് സൈസുകളുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ 50 സൈസ്. 50 + 0.04 + 0.02 നടത്താൻ 50.04 50.02 2 അളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 50.04 മാക്സിമം ലിമിറ്റ് സൈസ്, 50.02 മിനിമം ലിമിറ്റ് സൈസ്. അപ്പോൾ 2 ലിമിറ്റ് സൈസിൽ ഏതാണോ വലുത്, ഇറ്റ് ഈസ് ദി ഗ്രേറ്റർ ഓഫ് 2 ലിമിറ്റ് സൈസ്. 2 ലിമിറ്റ് സൈസിൽ
ഏതാണോ വലുത് അതാണ് മാക്സിമം ലിമിറ്റ് സൈസ്. അടുത്ത മിനിമം ലിമിറ്റ് സൈസ്. ഇറ്റ് ഈസ് എ സ്മാളർ ഓഫ് ദ ടു ലിമിറ്റ്സ് ഓഫ് സൈസ്. ഈ ലിമിറ്റ് സൈസിൽ ഏതാണോ ചെറുത് അതാണ് മിനിമം ലിമിറ്റ് സൈസ്. അടുത്തത് ഹോൾ. ഇൻ ദ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് all internal features of a component including those which are not cylindrical are designated as whole. അപ്പം BIS സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സിൽ ഒരു കമ്പോണൻറ്റിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, ഉദാഹരണമായിട്ട് ഒരു ഹോളാണെങ്കിൽ അതിന് ഉള്ളിലുള്ള അളവുകൾ, ഈ ഉള്ളിലുള്ള അളവുകളാണ് നമ്മൾ ഹോൾ എന്നുള്ള പദം കൊണ്ട് പ്രയോഗിക്കുന്നത്. അതിൽ സിലിണ്ടറിക്കൽ ആവണമെന്നില്ല, നമുക്കൊരു സ്ക്വയർ ഹോളായാലും റൗണ്ട് ഹോളായാലും എലിപ്റ്റിക്കൽ ഹോൾ ആയാലും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്ലോട്ട് ആയാലും ഒക്കെ ഹോൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കാം. നമുക്ക് ബേസിക് സൈസ് കാണുന്നുണ്ട്, മാക്സിമം ലിമിറ്റ് സൈസ്, മിനിമം ലിമിറ്റ് സൈസ്, അതൊക്കെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഷാഫ്റ്റ്. ഇൻ ദ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആർ ദി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പോണൻറ്റ് ഇൻക്ലൂഡിങ് ദോസ് വിച്ച് ആർ നോട്ട് സിലിണ്ടറിക്കൽ ഈസ് ഡിസിഗ്നേറ്റഡ് ആസ് ഷാഫ്റ്റ്. അപ്പോൾ എന്താണ് BIS സിസ്റ്റത്തിൽ ഷാഫ്റ്റ് എന്ന് നോക്കാം. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ്, ഒരു വർക്കിൻ്റെ പുറത്തുള്ള അളവുകൾ. ഒരു ഷാഫ്റ്റ് ആകുമ്പോൾ നമ്മൾ പുറത്താണ് അളവുള്ളത്. ആ പുറത്തുള്ള അളവുകൾ നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഷാഫ്റ്റ് എന്ന് പറയുക. അതിൽ തന്നെ അതിലൊരു റൗണ്ട് ഷാഫ്റ്റ് ആയിരിക്കാം, സ്ക്വയർ ഷാഫ്റ്റ് ആയിരിക്കാം, പല ഷേപ്പിലുള്ള ഷാഫ്റ്റുകൾ ഉള്ളൂ, അതൊക്കെ അതിൽ ഉൾപ്പെടും. നോക്കുക, അതിന് ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഷാഫ്റ്റും ഓളും കാണിച്ചിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പിലും കാണിച്ചിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് ഡീവിയേഷൻ എന്നുള്ളൊരിതാണ്. ഡീവിയേഷൻ, മാറ്റം. ഇറ്റ് ഈസ് ദി അൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സൈസ് ടു ദി കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അതിൻ്റെ ബേസിക് സൈസും ആക്ച്വലായിട്ടുള്ള സൈസും തമ്മിലുള്ള വ്യത്യാസമാണ് അതിന് ഡീവിയേഷനായിട്ട് വരുന്നത്. അത് ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. അതിൽ രണ്ട് തരം ഡീവിയേഷൻസ് വരുന്നുണ്ട്, അപ്പർ ഡീവിയേഷൻ, ലോവർ ഡീവിയേഷൻ. എന്നാൽ അപ്പർ ഡീവിയേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദി അൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ലിമിറ്റ് ഓഫ് ദി സൈസ് കറസ്പോണ്ടിങ് ഇറ്റ്സ് ബേസിക് സൈസ്. അപ്പോൾ അപ്പർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് സൈസും ബേസിക് സൈസും നമ്മൾ വ്യത്യാസം. ഉദാഹരണമായിട്ട് 50 പ്ലസ് 0.02 എന്ന് പറഞ്ഞാൽ 50.02 ആണ് അളവ്. അപ്പോൾ അതിന് 50.02 മൈനസ് 50 ഇസിക്വൽ ടു 0.02, അതാണ് അപ്പർ ഡീവിയേഷൻ. സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. ലോവർ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി അൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം ലിമിറ്റ് സൈസും അതുപോലെ അതിൻ്റെ ബേസിക് സൈസും തമ്മിലുള്ള ഒരു അൾജിബ്രായിക് ഡിഫറൻസ്, കണക്കുകൊണ്ടുള്ള വ്യത്യാസമാണ് നമ്മൾ ലോവർ ഡീവിയേഷൻ എന്ന് പറയുക. അതിൻ്റെ മിനിമം ലിമിറ്റുമായിട്ടുള്ള വ്യത്യാസം ബേസിക് സൈസിൻ്റെ, അതാണ് ലോവർ ഡീവിയേഷൻ. അടുത്തത് ആക്ച്വൽ ഡീവിയേഷൻ, യഥാർത്ഥത്തിലുള്ള വ്യത്യാസം. ഇറ്റ് ഈസ് ദി ആൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അതിൻ്റെ ആക്ച്വലായിട്ട് അതിനുള്ള അളവ്, ആ അളവും ബേസിക് സൈസും നമ്മുടെ വ്യത്യാസം, അതാണ് ആക്ച്വൽ ഡീവിയേഷൻ. യഥാർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത് പറയുന്നത് നോക്കാം, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 പ്ലസ് 0.008 മൈനസ് 0.005. അതിൻ്റെ മാക്സിമം ലിമിറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 20.008, മിനിമം ലിമിറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 19.995. അതിൽ അപ്പർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് മൈനസ് ബേസിക് സൈസ്. ഇവിടെ ബേസിക് സൈസ് 20 ആണ്, അതുകൊണ്ട് 20.008 മൈനസ് 20 ഇസിക്വൽ ടു 0.008. ഇനി ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മിനിമം സൈസുമായിട്ട് മാറ്റം, ഇസിക്വൽ ടു 19.995 മൈനസ് 20 ഇസിക്വൽ ടു 0.005. ഇങ്ങനെയാണ് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ ഫാക്ടറി ദ സൈസ് ഓഫ് ദി കമ്പോണൻറ്റ് ഈസ് ടു ബി മാനുഫാക്ചർഡ് ആസ് പെർ ഡ്രോയിങ് ഈസ് 50 പ്ലസ് 0.02 മൈനസ് 0.03. ഒരു ഫാക്ടറിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 50, അത് പ്ലസ് 0.02 ആകാം, മൈനസ് 0.03 ആകാം. ദ സൈസ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ഡിഫറെൻറ്റ് വർക്കേഴ്സ് ആസ് ഫോളോയിങ്. ഫൈൻഡ് ദി ആക്സെപ്റ്റഡ് ആൻഡ് റിജക്റ്റഡ് സൈസ്.
വ്യത്യസ്ത ആൾക്കാർ ഉണ്ടാക്കിയപ്പോൾ പലതരത്തിലുള്ള അളവുകൾ നമുക്ക് കിട്ടി. ഇതിൽ ഏതൊക്കെ സ്വീകരിക്കാം, ഏതൊക്കെ നിരാകരിക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ നമുക്ക് അറിയേണ്ടത് 2 ലിമിറ്റ് അറിയണം. 2 ലിമിറ്റ് ആകുമ്പോൾ മാക്സിമം ലിമിറ്റ് സൈസും എത്ര കണ്ടുപിടിക്കണം, മിനിമം ലിമിറ്റ് സൈസും ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലിമിറ്റ് 50.02 കിട്ടും, മിനിമം ലിമിറ്റ് 49.97 കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 50.02 49.97 അതിനിടയ്ക്കിൽ വരുന്ന അളവുകളൊക്കെ ആക്സെപ്റ്റഡ് ആവും, അല്ലാത്തതൊക്കെ റിജക്റ്റഡ് ആവും. ഇതിലിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് 50.01, 99.98, 49.97, 49.99 ഇതൊക്കെ ആക്സെപ്റ്റാണ്. റിജക്റ്റ് ചെയ്യുന്നത് 50.03 ആണ്. അപ്പോൾ 50.02 വരെ അളവുള്ള അതുകൊണ്ട് റിജക്റ്റഡ് ആണ്. 19.90 അതിൽ നമുക്ക് 19.97 വരെ ഉള്ളൂ, അപ്പോൾ അല്ലാത്ത റിജക്റ്റഡ് ആണ്. 50.2 അതും റിജക്റ്റഡ് ആണ്. ബാക്കിയൊക്കെ നമ്മൾ ആക്സെപ്റ്റഡ് ആണ്. ഇനി പറയുന്നത് ടോളറൻസ് എന്താണെന്ന് പറയുക. ടോളറൻസ് ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ലിമിറ്റ് ഓഫ് ദ സൈസ് ആൻഡ് ദി മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ലിമിറ്റിൽ നിന്ന് മിനിമം ലിമിറ്റ് കുറച്ചാലാണ് ഇതിനുള്ള ടോളറൻസിൻ്റെ അളവ് കിട്ടുന്നത്. മാക്സിമം ലിമിറ്റ് മൈനസ് മിനിമം ലിമിറ്റ്. ഇറ്റ് ഈസ് ആൾവേസ് പോസിറ്റീവ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി എ നമ്പർ വിത്തൗട്ട് സൈൻ. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ലിമിറ്റ് മിനിമം ലിമിറ്റ് കുറച്ചാലാണ് ടോളറൻസ് കിട്ടുന്നത്. അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി സീറോ ലൈൻ. ഇൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി അബവ് ടേംസ് ദ സീറോ ലൈൻ റെപ്രസെൻറ്റ്സ് ദ ബേസിക് സൈസ് ആൻഡ് ദിസ് ലൈൻ ഈസ് ആൾസോ കാൾഡ് സീറോ ഓഫ് വേരിയേഷൻ. അപ്പോൾ ബേസിക് സൈസിൽ കാണുന്ന ലൈനാണ് നമ്മൾ സീറോ ലൈൻ പറയുന്നത്. ഇനി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ദർ ആർ 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഇൻ ദ BIS സിസ്റ്റം represented by the letter symbols, capital letters for holes and small letter for shaft, that is for holes for ABCD Z excluding ILO QW. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് A തൊട്ടിട്ട് ZC വരെയുള്ള ലെറ്ററാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഷാഫ്റ്റിനെ ചെറിയ സ്മാൾ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഹോളിനെ ബ്ലോക്ക് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഷാഫ്റ്റാണ്. അത് A തൊട്ടിട്ട് Z വരെ ഉണ്ട്. അതിന് ശേഷം പിന്നെ ZA, ZB, ZC എന്ന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലോക്ക് ലെറ്ററും സ്മാൾ ലെറ്ററും നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുള്ള ILO QW എന്നുള്ള ലെറ്റേഴ്സ് ഇതിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 25 ലെറ്റർ സിമ്പിൾസാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം, ഷാഫ്റ്റിനെ സംബന്ധിച്ചോളം A എന്നുള്ള ലെറ്റർ ചെറിയ ഷാഫ്റ്റാണ്, ZC എന്നുള്ള ലെറ്റർ വലിയ ഷാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. അടുത്ത നമുക്ക് ഇത് ഹോളിനെ സൂചിപ്പിക്കുന്നതാണ്. A തൊട്ടിട്ട് ZC വരെ ഉണ്ട്. അതിൽ ILO QW എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ JS, ZA, ZB, ZC എന്നുള്ളത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ A എന്ന് പറഞ്ഞാൽ വലിയ ഹോളാണ്, ZC എന്ന് പറഞ്ഞാൽ ചെറിയ ഹോളാണ്. അതാണ് ഇതിൻ്റെ മാറ്റം. ഇനി ഫണ്ടമെൻ്റൽ ടോളറൻസ് എന്താ നോക്കാം. ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആർ അച്ചീവിങ് ഡിഫറൻറ്റ് ക്ലാസ് ഓഫ് ഫിറ്റ്. ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലൂസ് ഫിറ്റ് ആണോ ടൈറ്റ് ഫിറ്റ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് മാറ്റം വന്നിരിക്കും. ദിസ് ഈസ് ആൾസോ കാൾഡ് ഗ്രേഡ് ഓഫ് ടോളറൻസ്. ഫണ്ടമെൻ്റൽ ടോളറൻസിന് നമ്മൾ ഗ്രേഡ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നു. ഇൻ ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ദർ ആർ 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസസ് റെപ്രസെൻറ്റഡ് ബൈ ദ നമ്പർ സിംബൽസ് ബോത്ത് ഓഫ് ഹോൾ ആൻഡ് ഷാഫ്റ്റ്. ഹോൾ ആൻഡ് ഷാഫ്റ്റിന് വേണ്ടി നമുക്ക് 18 ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ് വരുന്നത്. IT01, IT0, IT1 to IT16. ചിത്രം ശ്രദ്ധിക്കുക. IT01 ഉണ്ട്, IT1 ഉണ്ട്, പിന്നെ IT1 to IT16 വരെ 16 വരെ ഉണ്ട്. അതിൽ ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ ഹൈ നമ്പർ ഗീവ്സ് ലാർജ് ടോളറൻസ് സോണാണ്. ഇപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക. അതിൽ 1, 2 എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമുള്ള അനുവദനീയാണ്. എന്നാൽ 16 എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യത്യാസം. ഫസ്റ്റത്തെ ഗേജസ് ആണ്, പിന്നെ ഫിറ്റ്സ് ആണ്, കോഴ്സ് ഫിറ്റാണുള്ളത്. അപ്പോൾ വളരെ ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളത് അത് നല്ല ഫിറ്റായിട്ട് വരും. ചിത്രം ശ്രദ്ധിക്കുക. അതിൽ 3 തരം ഫിറ്റുകൾ വരുന്നുണ്ട്. ക്ലിയറൻസും ട്രാൻസിഷനും ഇൻ്റർഫറൻസും. ക്ലിയറൻസും ട്രാൻസിഷനും ഇൻ്റർഫറൻസും. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ഒരു സൈസ് കൊടുത്തു 25H7 എന്ന സൈസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ
25H7 എന്ന സൈസ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുന്നത് 25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് സൈസാണ്. H എന്നുള്ളത് ബ്ലോക്ക് ലെറ്റർ ആയതുകൊണ്ട് അത് ഹോളിനെ സൂചിപ്പിക്കുന്നു. H എന്നുള്ള സ്മാൾ ലെറ്റർ ആണ്, അതിന് ഷാഫ്റ്റിനാണ് സൂചിപ്പിക്കുന്നത്. ഇത് H ബ്ലോക്ക് ലെറ്റർ ആയത് അതുകൊണ്ട് അത് ഹോളിനെ സൂചിപ്പിക്കുന്നു. 7 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ്. 7 ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ്. 7 എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 7 എന്നുള്ളത് വരുന്നത് ഫിറ്റ്സിലാണ്. ഫിറ്റ് ഉള്ള ഇതിലാണ് നമ്മൾ 7 എന്നുള്ള ഗ്രൂപ്പിൽ ഇവിടെ വരുന്നത്. ഇത് നമുക്ക് ഒരു ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. 25H7 വാല്യൂ ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എച്ച് ആൻഡ് ദ ഗ്രേഡ് ഓഫ് ടോളറൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ നമ്പർ സിമ്പിൾ 7. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഹോളിൻ്റെ സിമ്പിളാണ്. 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ്റെ സിമ്പിളാണ്. ഇപ്പോൾ 25E8 ഈസ് ടോളറൻസ്ഡ് ബൈ ദ ഷാഫ്റ്റ് ഹൂസ് ബേസിക് സൈസ് ഈസ് 25. ഇപ്പോൾ 25E8 ആണെങ്കിൽ 25 എന്ന് പറഞ്ഞാൽ ബേസിക് സൈസാണ്. E എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡീവിയേഷനാണ്. 8 എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ദി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സിമ്പിൾ ഇ. ഇ എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ ഇ ആണ്, അതുകൊണ്ട് അത് ഷാഫ്റ്റാണ്. പിന്നെ 8 എന്നുള്ള അതിൻ്റെ ഫിറ്റിൻ്റെ നമ്പറാണ്. ഫിഗർ ശ്രദ്ധിക്കാം. ഇൻ ദ ഫിഗർ ദ ഹോൾ ഈസ് ഷോൺ 25 ± 0.02. ഒരു 25 ± 0.02 എന്ന അളവ് കൊടുത്തിട്ടുണ്ട്. 25 mm ഈസ് ദ ബേസിക് ഡയമെൻഷൻ ആൻഡ് ± ഇസ് ദ ഡീവിയേഷൻ. 25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് അളവാണ്. അതുപോലെ ± 0.2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീവിയേഷനാണ്. പ്ലസും മൈനസും ഉണ്ട്. ആസ് പോയിൻറ്റഡ് ഔട്ട് എയർലിയർ ദി പെർമിസിബിൾ ഡേരിയേഷൻ ഫ്രം ദ ബേസിക് ഡയമെൻഷൻ ഈസ് കാൾഡ് ഡീവിയേഷൻ. ഈ ചെറിയ മാറ്റത്തിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദ ഡീവിയേഷൻ ഈസ് മോസ്റ്റ്ലി ഗിവൺ ഓൺ ദ ഡ്രോയിങ് വിത്ത് ദി ഡയമെൻഷൻ. ഈ ഡീവിയേഷൻ ഡയമെൻഷനിൽ മാർക്ക് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ 25 ± 0.02 ± 0.02 ഈസ് ദി ഡീവിയേഷൻ ഹോൾ 25 mm ഡയമീറ്റർ. 25 mm വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ± 0.02 വരുന്നത്. ഇതിനർത്ഥം 25 ആണ് അളവ് വേണ്ടത്. വേണമെങ്കിൽ 0.02 കൂടാം, അല്ലെങ്കിൽ 0.02 കുറയാം. ഈ രണ്ടും അത് സംഭവിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ ഹോൾ ഓഫ് ദി ആക്സെപ്റ്റബിൾ സൈസ് ഫിറ്റ്സ് ഡയമെൻഷൻ ബിറ്റ്വീൻ. ഈ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോളിൻ്റെ സൈസ് 25 + 0.2 = 25.2 mm. 25 - 0.2 = 24.8 mm. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 25 വേണമെങ്കിൽ 0.2 mm കൂടാം, അല്ലെങ്കിൽ 0.8 mm കുറയാം. ഇനി ടോളറൻസ് സൈസ് 25.2 mm നോസ് ആസ് എ മാക്സിമം ലിമിറ്റ്. ഈ 24.2 ആണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. 24.8 എന്ന് പറഞ്ഞാൽ മിനിമം ലിമിറ്റാണ്. ടോളറൻസ് സോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്സ് ഇസ് എ ടോളറൻസ്. ടോളറൻസ് ഈസ് 0.4 mm. ഇവിടെ ടോളറൻസ് ആണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അത് ഇവിടെ 4 mm ആണ്. ഇതിൽ ടോളറൻസ് സോൺ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിറ്റ്സ് ആൻഡ് ലിമിറ്റ്സ് ടെർമിനോളജിയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് എവരിബഡി.